നമസ്കാരം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ അട്ടിമറി നടക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജെഡിഎസിന്റെ സംസ്ഥാന അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച്.ഡി. കുമാരസ്വാമി രംഗത്തെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തകരും എന്ന് പറഞ്ഞ കുമാരസ്വാമി ഒരു ഉന്നത മന്ത്രി ഇതിനോടകം തന്നെ ബി.ജെ.പിയിലെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി എന്നുകൂടി പറഞ്ഞിരുന്നു. അദ്ദേഹം പേര് പറയാത്തത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കർണാടക സർക്കാരിലെ ഒരു കരുത്തനായ മന്ത്രി തന്നെയാണ് ബി.ജെ.പിയുമായി ചർച്ച നടത്തിയത് എന്ന കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് കുമാരസ്വാമി. ഇപ്പോൾ ഈ വിഷയം വളരെ ശക്തമായി തന്നെ കർണാടകത്തിൽ വീണ്ടും ചർച്ചയിൽ വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിന് സമാനമായത് ഇവിടെയും സംഭവിക്കാം. ഒരാളും ഒരു പാർട്ടിയിലുള്ളവരും സ്വന്തം പാർട്ടിയോട് കൂറോ അല്ലെങ്കിൽ പ്രതിബദ്ധതയോ ഉള്ള നേതാക്കളൊന്നുമല്ല. വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ് എല്ലാവരും നോക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി കുമാരസ്വാമി പറയുന്നുണ്ട്. കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാനും സാധിക്കും. ബി.ജെ.പിയോ ജെ.ഡി.എസോ കോൺഗ്രസോ ആയിക്കോട്ടെ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഏത് പാർട്ടിയിലേക്കും മാറിപ്പോകാനുള്ള അല്ലെങ്കിൽ ആ പാർട്ടി വിടാനോ അതിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാനോ ഒന്നും അവിടുത്തെ നേതാക്കൾക്ക് ഒരു കാലത്തും മടിയുണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അത്തരത്തിലുള്ള നിരവധി നാടകങ്ങൾക്ക് കർണാടക സാക്ഷ്യം വഹിച്ചതുമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കോൺഗ്രസിന് നേതാക്കളില്ലായിരുന്നു കർണാടകത്തിൽ എന്നുള്ള ഒരു വാസ്തവമുണ്ട്. അതിന്റെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നതുമാണ്. പല മുതിർന്ന നേതാക്കളുടെയും മക്കൾ മത്സര രംഗത്തുണ്ട് താനും. ജെ.ഡി.എസ് എൻ.ഡി.എയിൽ എത്തിയതിനു ശേഷം കാര്യമായ അടിയൊഴുക്കുകളാണ് കർണാടക രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുമാരസ്വാമി പറഞ്ഞതൊക്കെ മുൻപ് സത്യമായ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജൂണിലെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് അങ്ങനെയൊന്ന് സംഭവിക്കുമോ കർണാടകയിൽ എന്നുള്ള വലിയ കാത്തിരിപ്പിലാണ് അല്ലെങ്കിൽ ആശങ്കയിലാണ് അവിടുത്തെ പാർട്ടികളും അണികളുമൊക്കെ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.